പിന്നിലോ പിന്നിലോ ഈ ആളുകൾ വോട്ട് ചെയ്യാതെ പോയോ? സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. അവൻ ഇച്ചിരി മീൻകുളം പോട്. അമ്മേ, ചോറത്തിരി കൂടുതൽ വിളമ്പിക്കോ, മൂപ്പർക്ക് നല്ല ക്ഷീണം കാണും. ഒരു വിലപ്പെട്ട വിവരം, ഒന്നും ചെയ്യാനില്ല കേട്ടോ. കേരളത്തിൽ അധികാരത്തിലിരുന്ന 14 മന്ത്രിമാർ പിന്നിലാണ്. ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. അത് കയ്യിലിരിപ്പിന്റെയാ. അതെ, കയ്യിലിരിപ്പിന്റെ. ധർമ്മടത്തെ ഒന്ന് കണക്ട് ചെയ്യണം. ധർമ്മടത്ത് എന്ത് സംഭവിക്കുന്നത് അറിയാം. എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ടുണ്ട്. എങ്ങനെ എടുക്കും? RDPയുടെ തൊലി വിൽക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. എങ്ങനെ എടുക്കും? മുകേഷ് പണ്ട് പറഞ്ഞ പോലെ അഥവാ എടുത്താലും കമ്പിളി പതപ്പ്. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. അങ്ങനെ പടക്കടകുതാഹവ എന്തൊക്കെ മേളമായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ധർമ്മടത്ത്, സാക്ഷാൽ ധർമ്മടത്ത്. ഞാൻ സത്യം പറയുന്നത്. നിനക്കിത് വേണം. നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? ബെസ്റ്റ് രാജയോഗം. കളിപ്പറമ്പ്, അട്ടന്നൂര്, ധർമ്മടം, CPM ബാലുശ്ശേരി, CPMന്റെ കൊടുങ്കോട്ടകളുടെ അടിത്തറ ഇളകുക. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. അല്ല, ഒരു കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനോട് പെരുമാറുന്ന പോലെ അല്ല നീ എന്നോട് പെരുമാറുന്നത്. സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ? മുഖ്യമന്ത്രി പിണറായി ഇത് പിടിച്ചേ. സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർവെയർ ഒരു ജനലിൽ കൂടി ഞാൻ തരാം. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ.